നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും ജാമ്യം കിട്ടി. പ്രതികളെ രാജ്യം വിടാൻ അനുവദിക്കരുതെന്ന സുബ്രഹ്മണ്യം സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി. മോദി സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് സോണിയും രാഹുലും പ്രതികരിച്ചു. ഈ വിഷയം ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി, ശ്രീ ഡോക്ടർ എ സമ്പത്ത് എം പി, ശ്രീ ടി ജി മോഹൻദാസ്, ഒപ്പം ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമിയും ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമി, now today Patiala court gave bail to Gandhis. What do you say? Yes, that is a victory for us because they had claimed that they will not ask for bail. I said either you take bail or you go to jail. Then they said we won't execute a bond. They had to execute a bond for 50,000 rupees. Then they said it'll have to be on a personal bond. They said no, there has to be a surety. So for Sonia Gandhi, Anthony gave a surety. For Rahul Gandhi, Priyanka gave a surety. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ ലോക്സഭയും രാജ്യസഭയും എല്ലാം സ്തംഭിപ്പിക്കുന്ന നിലയിലേക്കെല്ലാം എത്താനായി, അത് ലോക്സഭയിൽ അങ്ങനെ സ്തംഭിപ്പിക്കാനായി കോൺഗ്രസിൻ്റെ അംഗബലം കൊണ്ട് 44 പേര് എന്നുള്ള അംഗബലം കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ 44 പേരും കൃത്യമായി ഹാജരുണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുമാത്രമല്ല, അരുണാചൽ പ്രദേശിലെ വിഷയം, ഒപ്പം ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവ്, അതെപ്പോഴും ഈ ലോകത്തിൽ അതിൻ്റെ എല്ലാം വില കുറയുമ്പോഴും ഇന്ത്യയിൽ വില കുറയ്ക്കുന്നില്ല എന്നുള്ള വിഷയം, പിന്നെ പല കോൺഗ്രസ് അംഗങ്ങളും അവരുടേതായിട്ടുള്ള ചില അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ, അത് വാസ്തവത്തിൽ ഒരു കൃത്യമായ ഒരു കൂടിയാലോചനയും അതൊരു ഏകോപനവും ഇല്ലായ്മ ലോക്സഭയിൽ പ്രകടമായിരുന്നു. എന്തായാലും ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം, ഇവിടെ അവർ ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള 7 പ്രതികൾ നൽകിയിരുന്നതായിട്ടുള്ള ഒരു ഹൈക്കോടതി മുമ്പാകെ നൽകിയിരുന്ന ഹർജി തള്ളപ്പെട്ടു പോയത് കൊണ്ട് ചീഫ് മെട്രോപൊളിറ്റൻ കോടതി മുമ്പാകെ പോയി ജാമ്യമെടുക്കണം എന്നുള്ളതാണ് വരുന്നത് എങ്കിൽ ഞങ്ങൾ അങ്ങനെ അപ്പോൾ ഹാജരാകുമോ ഹാജരാകില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ചർച്ചയും തർക്കവും തന്നെ ഉണ്ടായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഹാജരായാൽ ഇവർ 7 പേരാണ് പ്രതികളായിട്ടുള്ളത്, അവർ അങ്ങനെ ജാമ്യമെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. ചരിത്രം എപ്പോഴും ഒരുപോലെ ആവർത്തിക്കണം എന്നില്ല. ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് 37 വർഷത്തിന് മുമ്പുള്ള ഡിസംബർ 19 ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അതേ ചരിത്രം തന്നെ ഈ അടുത്ത വർഷങ്ങളിലും ആവർത്തിക്കുന്നു പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അങ്ങനെയുള്ള പല ചരിത്രങ്ങളും അതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ 10 വർഷം കഴിയുമ്പോൾ 25 വർഷം കഴിയുമ്പോഴോ 50 വർഷം കഴിയുമ്പോൾ അതേ ചരിത്രങ്ങൾ എവിടെയെങ്കിലും ലോകത്തെവിടെയെങ്കിലും ആവർത്തിച്ചതായിട്ട് സമ്പത്തിന് അറിയാമോ എന്നെനിക്കറിയില്ല. എന്തായാലും നമുക്കാർക്കും അറിയത്തില്ല. അതുകൊണ്ട് ചരിത്രം പലതും ആവർത്തിക്കും അല്ലെങ്കിൽ ആവർത്തിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും അത് ചിലപ്പോൾ ആവർത്തിച്ചൊന്നും വരത്തില്ല. ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞങ്ങളെ വളരെയധികം ഞങ്ങൾക്ക് ഒരു സിമ്പതി തരത്തിലാണ്, സഹാനുഭൂതി തരത്തിലാണ് പറഞ്ഞത്. ഞങ്ങൾ ലോക്സഭയിൽ 45 പേരേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് 45 പേരേ ഉള്ളെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സമ്പത്തിൻ്റെ പാർട്ടിക്ക് എത്ര പേരുണ്ടെന്ന് എന്നുള്ളതും കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അത് പറയാതെ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ കുറഞ്ഞതിൽ മാത്രം ദുഃഖം കാണുകയും അതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വേവനാതിപ്പെടുകയും ചെയ്തത് ഞാൻ കാണുകയുണ്ടായി. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ കേസിൽ കോടതിയുടെ ജുഡീഷ്യറിയോട് എന്നും ബഹുമാനവും ആദരവും കാണിച്ചുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അല്ല, 2012 ലാൽ ഈ കേസ് സുബ്രഹ്മണ്യൻ സ്വാമി മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുക്കുന്നതെന്നാ 2012 അന്ന് ആരാ പ്രധാനമന്ത്രി? നരേന്ദ്രമോദിയാണോ? അല്ലല്ലോ. ഇതെന്തൊക്കെയായി എനിക്കറിയാമല്ലോ. കോൺഗ്രസ്സുകാർക്ക് ഇത് എന്ത് പറ്റി? ഇനി പൊളിറ്റിക്കൽ വെൻഡറ്റ. ഞാൻ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. VS അച്യുതാനന്ദൻ്റെ പരാതിയുടെ പുറത്താണ് KM മാണിയുടെ പേരിൽ കേസെടുക്കുന്നത്. K ബാബുവിൻ്റെ പേരിൽ കേസ് വരുന്നതും അച്യുതാനന്ദൻ്റെയും VS സുനിൽകുമാറിൻ്റെയും ഒക്കെ പരാതിയുടെ പുറത്തും അവർ ഹൈക്കോടതിയിൽ പോയതിൻ്റെ പുറത്തുമൊക്കെയാണ്. പൊളിറ്റിക്കൽ വെൻഡറ്റയാണെന്ന് പറഞ്ഞ് നിങ്ങളെന്താ ബഹളം വയ്ക്കാഞ്ഞേ? പൊളിറ്റിക്കൽ വെൻഡറ്റയുടെ പേരിൽ കേരള നിയമസഭ സ്തംഭിച്ചില്ലല്ലോ, ലോക്സഭയിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സിന് കേസ് കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഡോക്ടർ ലാൽ, നിങ്ങളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ നിരന്തരമായിട്ട് അവഗണിക്കുന്ന ഒരു ക്യാരക്ടറാണ് സുബ്രഹ്മണ്യൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ റേഞ്ചോ റീച്ചോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
അദ്ദേഹത്തെ ഈ ചർച്ചയുടെ ആദ്യത്തിൽ തന്നെ ഞാൻ വിളിച്ച് അദ്ദേഹത്തിന്റെ വേർഷൻ എടുത്തതാണ്. ഞങ്ങൾ അവഗണിക്കുന്നൊന്നുമില്ല. ചിദംബരത്തിന്റെ ശ്രീ പേരിൽ മോഹൻദാസ്. എയർസെൽ മാക്സിസ് കേസ് പറയട്ടെ ഇതെല്ലാം ലാലെ ഇതെല്ലാം ചെയ്തത് നരേന്ദ്രമോദി അധികാരത്തിൽ ഇല്ലാത്തപ്പോഴാണ്. നരേന്ദ്രമോദിയെ കണ്ടിട്ട് ഫയൽ ചെയ്ത കേസുകളല്ല ഇത്. നരേന്ദ്രമോദി അല്ലായിരുന്നെങ്കിൽ പോലും കേസിന്റെ പാട്ടിന് നടക്കുമായിരുന്നു. നാട്ടിൽ കോടതിയും നിയമവും ഇല്ലേപ്പാ.